അലൈക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നലത്തെ റംസാൻ 17 നോമ്പുതുറ വിശേഷങ്ങളും വളരെ ടേസ്റ്റിയായ ജ്യൂസുകളും ഷേക്കുകളും സ്പെഷ്യൽ വിഭവങ്ങളുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇന്നലത്തെ റംസാൻ 17 നോമ്പുതുറ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു കേട്ടോ. റംസാൻ മാസത്തിൽ നമ്മുടെ നോമ്പ് തുറക്കി നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാൻ ആവശ്യമായ അടിപൊളി ഷേക്കും ജ്യൂസും വളരെ രുചികരമായ വിഭവങ്ങളുമാണ് വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇപ്പോൾ തണ്ണിമത്തൻ സീസണാണ്. അപ്പോൾ ഞാൻ തണ്ണിമത്തൻ കൊണ്ടാണ് ഷേക്കുകളും ജ്യൂസുകളും ഒക്കെ അങ്ങോട്ട് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ തണ്ണിമത്തൻ ഒരു പീസ് എടുത്ത് കുരുകളൊക്കെ കളഞ്ഞ ശേഷം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അതിന് ശേഷം തിളപ്പിച്ചാറിയ പാല് തണുപ്പിച്ച ശേഷം അതിലേക്ക് പാകത്തിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഒരു ഏലക്കായ കുരു എടുത്തങ്ങായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഒരു ഏലക്കായ കുരു മാത്രമേ വേണ്ടൂ കേട്ടോ. എന്നിട്ട് മിക്സിയിലടിച്ച് നമ്മുടെ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം കുതിർത്ത് വെച്ചിരിക്കുന്ന കസ്കസോ അതേപോലെ തന്നെ ഷുഗറും ആഡ് ചെയ്തിങ്ങായിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കിയ ശേഷം മിൽക്കി മേഡ് വളരെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. മിൽക്ക് ഷേക്ക് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ടേസ്റ്റിയും നമ്മുടെ റംസാൻ മാസത്തിലെ നോമ്പ് തുറക്കി നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാനും ഫുൾ എനർജറ്റിക് ആക്കാൻ പറ്റിയ അടിപൊളി തണ്ണിമത്തൻ മിൽക്ക് ഷേക്ക് സെറ്റായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്നൊരു കമൻറ്റ് രേഖപ്പെടുത്തുമോ? അങ്ങനെ ആദ്യത്തെ ഷേക്ക് സെറ്റായിട്ടോ. ഇപ്പോൾ 3 മണിക്ക് ശേഷമുള്ള വിശേഷങ്ങളാണ് ഇതിൽ കേട്ടോ. അപ്പോൾ നമുക്ക് 3 മണിക്ക് ശേഷം ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്തെന്ന് അറിയോ, ഷേക്കും ജ്യൂസൊക്കെ അങ്ങോട്ട് റെഡി ആക്കിയെടുത്ത് നേരെ ഫ്രിഡ്ജിലോട്ട് കയറ്റി വയ്ക്കും കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ നല്ല കൂളിംഗ് ആയിട്ട് ജ്യൂസും ഷേക്കൊക്കെ അങ്ങോട്ട് കുടിക്കാമല്ലോ എന്ന് കരുതിയിട്ട് കേട്ടോ. അങ്ങനെ ചെറിയൊരു ഹെൽത്തി ഡ്രിങ്ക് ആണ് റെഡിയാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. ഹെൽത്തി ജ്യൂസ് കേട്ടോ. അപ്പോൾ ചെറിയൊരു തണ്ണിമത്തനെടുത്തങ്ങായിട്ട് കുരുകളൊക്കെ കളഞ്ഞിതാ സെറ്റാക്കിയതൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തതായി എന്ത് വേണം? കരിക്കും വെള്ളമോ അല്ലെങ്കിൽ എന്ത് വേണം തേങ്ങാ വെള്ളമോ നമുക്ക് എടുക്കാവുന്നതാണ്. ഇതേ അളവിൽ എടുത്തോ. എന്നിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ചെറുനാരയിലെ നീര് 1/2 ടീസ്പൂൺ. ഞാൻ 1 ഗ്ലാസ് ആട്ടോ തയ്യാറാക്കുന്നത്. അങ്ങനെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഏലക്കായ ഒരു കുരു കേട്ടോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മിക്സിയിൽ അടിച്ചൊന്ന് കൊണ്ടുവരാം അല്ലേ. അടിപൊളി വളരെ ടേസ്റ്റിയായ ഹെൽത്തി ജ്യൂസ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് അറിയോ, ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് നേരെ ഫ്രിഡ്ജിലോട്ട് കയറ്റി വെച്ചു കേട്ടോ. അപ്പം നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ പുറത്തേക്ക് ഇറക്കാം ജ്യൂസ് അല്ലേ. ഹെൽത്തി ഡ്രിങ്ക് ജ്യൂസ് അടിപൊളി വളരെ ടേസ്റ്റിയും വളരെ രുചികരമായ ജ്യൂസ് സെറ്റായിട്ടുണ്ട്. ചെറിയൊരു തണ്ണിമത്തൻ എടുത്തങ്ങായിട്ട് അടിപൊളി ഷേക്ക് റെഡിയാക്കി എടുത്താലോ. തണ്ണിമത്തൻ കൊണ്ട് മിൽക്ക് ഷേക്കാണ് റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. 3/4 ഭാഗം എടുത്തോട്ടോ. എന്നിട്ട് കുരുകളൊക്കെ കളഞ്ഞു. കുരു കളയാതെ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുരു കളഞ്ഞ ശേഷം നമ്മുടെ മിക്സിർ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത് കണ്ടൻസഡ് മിൽക്കാട്ടോ. വാക്ക് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ. ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കായ കുരു കേട്ടോ, ഒരെണ്ണം മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ തണുപ്പിച്ച് എടുത്ത പാൽ അങ്ങോട്ട് ഒഴിച്ചെടുക്കുന്നുണ്ട്. തിളപ്പിച്ചാറിയ ശേഷം ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച ശേഷം കേട്ടോ ഞാൻ ഒഴിച്ചെടുക്കുന്നത്. അങ്ങനെ അടിച്ചെടുത്തത് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ, കുരുകളൊക്കെ കളയാത്തതാട്ടോ. നല്ല രീതിയിലൊന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടോ. നമുക്കൊന്ന് കടിക്കാൻ കിട്ടത്തക്ക രീതിയിൽ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടോ. അതങ്ങോട്ട് ചേർത്തങ്ങായിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ബാക്കിയുള്ള പാലില്ലേ, തണുത്ത പാല് അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കസ്കസ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പം നമ്മുടെ വത്തക്ക കൊണ്ട് അടിപൊളി മിൽക്ക് ഷേക്ക് സെറ്റായിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 100% പെർഫെക്റ്റ് ആട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വളരെ ടേസ്റ്റി ആട്ടോ. വളരെ രുചികരമായ ജ്യൂസാണ്. നമ്മുടെ കണ്ടൻസഡ് മിൽക്കിൻ്റെ ഒരു ഫ്ലേവറും ഏലക്കായ ഫ്ലേവറും വളരെ ടേസ്റ്റാട്ടോ. വളരെ പ്രത്യേകത, വളരെ രുചികരമായ ഒരു മിൽക്ക് ഷേക്കാണ് റെഡി ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു എന്ന് ഞാൻ കരുതുന്നു കേട്ടോ. കരുതുന്നെങ്കിൽ എന്ത് ചെയ്യണം, ഫുള്ളും വീഡിയോയിൽ വോയിസ് അങ്ങോട്ട് കൊടുക്കണല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വോയിസ് കൊടുക്കാം. അടുത്തതായി നമ്മൾ എന്താണ് നമ്മുടെ ഉള്ളി ബജി
സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഫുള്ളായിട്ട് എടുത്തില്ല കേട്ടോ. പിന്നെ അടുത്തതാണ് ഞാൻ സെറ്റാക്കി എടുത്തത് എന്താണെന്നറിയോ, തരി കാച്ചിയതാട്ടോ. ഞാൻ ഈ തരി കാച്ചിയത് ഏറെ എങ്ങോട്ട് റെഡിയാക്കി എടുക്കും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞാനിത് അതിലേക്കത്തെ ഒരു ചേച്ചിമാർക്ക് കൊടുക്കാനാണ് റെഡിയാക്കി എടുത്തത് കേട്ടോ. ഞങ്ങളിവിടെ ജ്യൂസ് അധികം ഉണ്ടാക്കിയത് കൊണ്ട് തരി കാച്ചിയതവർക്ക് കുറച്ച് ഉണ്ടാക്കി കൊടുക്കാം എന്ന് വിചാരിച്ചുണ്ടാക്കിയതാട്ടോ. അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ ഒന്ന് മൂറിയെടുക്കണം കേട്ടോ. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ എടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പത്തിരിക്കുള്ള പൊടിയൊക്കെ വാട്ടി കുറച്ച് സെറ്റാക്കിയ ശേഷമാണ് പാത്രങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി സെറ്റായി ഇതാ തിളച്ചങ്ങോട്ട് മറിയുന്നുണ്ട് കേട്ടോ. സ്ഥിരമായി എൻ്റെ വീഡിയോസ് വാച്ച് ചെയ്യുന്നവർക്കറിയാം ഈ ചിക്കൻ കറി റെസിപ്പി കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അടിപൊളി വളരെ ടേസ്റ്റിയായ ചിക്കൻ കറിയാണ്, തിളച്ച് മറിയുന്നത് കേട്ടോ. അത് സെറ്റാവുന്നിടയിൽ ഞാൻ എന്ത് ചെയ്തെന്നറിയോ, പത്തിരിക്കുള്ള പൊടി വാട്ടി കുഴച്ച് അങ്ങോട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് റൊട്ടിപ്പത്തിരി ഉണ്ടാക്കണം, കുറച്ച് കോൽപ്പത്തിരിയും കേട്ടോ. അങ്ങനെ ആദ്യം തന്നെ റൊട്ടിപ്പത്തിരി ഉണ്ടാക്കാനുള്ള കുഴച്ച് പൊടിയൊക്കെ കുഴച്ചങ്ങോട്ട് വാട്ടിയെടുത്ത് അങ്ങോട്ട് കുഴച്ചങ്ങോട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല ജീരകവും അതേപോലെ തന്നെ ചെറുള്ളിയും നാളികേരവും ഇട്ട് നല്ല പോലെ അങ്ങോട്ട് കുഴച്ചെടുത്തതാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി എടുത്തില്ല കേട്ടോ, ഞാൻ കുറച്ച് ക്ഷീണതായി അപ്പോൾ റെസിപ്പി എടുക്കാനായിട്ട് വിട്ടുപോയതാണ്. അടിപൊളി വളരെ ടേസ്റ്റിയായ റൊട്ടിപ്പത്തിരിയാണ് സെറ്റായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വളരെ സോഫ്റ്റാണ്. അപ്പോൾ പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടമാവും. ഫുഡ് ഉണ്ടാക്കുമ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്ത് വേണം എന്ന് ചിന്തിക്കുന്നവർ ഈ രീതിയിലൊന്നും ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഇതിൽ നാളികേരവും നല്ല ജീരകവും അതേപോലെ തന്നെ ചെറുള്ളി കുഞ്ഞു അരിഞ്ഞത് അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ വാട്ടിയെടുത്ത് നല്ല രീതിയിൽ അങ്ങോട്ട് കുഴച്ച് സെറ്റാക്കി നമ്മൾ എന്ത് ചെയ്തു, എണ്ണയിൽ തിളച്ച് മറിയുന്ന വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ചെടുത്ത് നല്ല രീതിയിൽ സെറ്റായി അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അടുത്തതായി കോൽപ്പത്തിരി ആട്ടോ. കോൽപ്പത്തിരി നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി സെറ്റായിട്ടുണ്ട്. അതിനിടയിൽ പത്തിരിയും ചുട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പത്തിരിയൊക്കെ ചുടുന്ന വീഡിയോ നിങ്ങൾ കണ്ടാൽ സ്കിപ്പ് ചെയ്തു പോകും, എന്നാൽ ഞാൻ അത് എടുത്തില്ല. അങ്ങനെ ചിക്കൻ കറി സെറ്റായി, പത്തിരിയും സെറ്റായിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ചിക്കൻ കറി അതേപോലെ തന്നെ നമ്മുടെ പത്തിരി, ജ്യൂസുകളും ഷേക്കുകളും അതേപോലെ തന്നെ ഉള്ളി ബജിയും ഫ്രൂട്ട്സൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറന്നു പോയത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ചാനലിൻ്റെ വിജയം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരാം. ബൈ.